സത്യത്തിൽ ഒരു നെടുവീർപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു യുഗം, ഒരു ചക്രവാളം എന്നൊക്കെ പറയില്ലേ, ഒരു ദർശനം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നടക്കുവാൻ ഒരു വഴി വെട്ടിത്തന്ന, കാഴ്ചപ്പാടുണ്ടാക്കി തന്ന സാനുമാഷ് സായുജ്യം, സുകൃതം, നിർവൃതി, ചാരിതാർത്ഥ്യം എന്നൊക്കെ പറയണത് ഇങ്ങനെയുള്ള സാമീപ്യങ്ങളിലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം നവംബറിൽ കേരളപ്പിറവി പറ്റിയുള്ള സെമിനാറിലും ഒക്കെ പങ്കെടുത്തപ്പോഴും മാഷ് ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മണിക്കൂറുകൾ നീളുന്ന പ്രസംഗത്തിൻ്റെ ആ ഒരു പ്രവാഹത്തിൽ മനസ്സിൽ ചില കാഴ്ചപ്പാടുകൾ സ്വരുക്കൂട്ടി നിന്നിരുന്ന ആ ഒരു യൗവനകാലം, എൻ്റെ യൗവനകാലം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഓർമ്മകൾ ചത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അഥവാ എവിടെയെങ്കിലും എനിക്ക് വിട്ടുപോകുമോ എന്ന് കരുതി ഞാൻ ചില സംഗതികളൊക്കെ ഇങ്ങനെ കുറിച്ചുണ്ടാക്കി. എത്രയോ അഗാധതലങ്ങളിൽ നിന്ന്, വിദൂരങ്ങളിൽ നിന്ന് ആണ് സാനുമാഷയുടെ ഓർമ്മകൾ ഉണർന്നു ഉദിച്ചു വരുന്നത്. ആ ഉദിപ്പ് വളരെ ചേതോഹരവും പ്രചോദനാത്മകവും. ഞാൻ ഇന്നത്തെ മലയാള ഭാഷ ദിനാചരണം, കൊണ്ടാട്ടം, ആചരണം, ഇങ്ങനെയൊക്കെ ചില വാക്കുകളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നു. കേവലം ആചരണം മാത്രമായി തീരാതെ അത് കർമ്മപഥത്തിൽ എത്തിക്കണം എന്നാണ് മാഷ് ഇവിടെ ഞാൻ അവസാനം വന്നപ്പോൾ കേട്ടത്. അതിൻ്റെ ഒരു കുറവ് തന്നെയാണ് കേരളത്തിനുള്ളത്, കേരളീയർക്കുള്ളത്, മലയാളികൾക്കുള്ളത്, മലയാളം പഠിക്കുന്നവർക്കുള്ളത്, മലയാളം പഠിക്കാത്തവർക്കുള്ളത്, മലയാളം പഠിപ്പിക്കുന്നവർക്കും ഉള്ളത്. മലയാളം പഠിപ്പിക്കുന്നവർ, ഇന്നേ വരെ പഠിപ്പിച്ചവർ എല്ലാവരും കുറ്റക്കാരാണെന്നുള്ള ഒരർത്ഥത്തിലല്ല ഞാൻ അത് പറയുന്നത്. ഏതായാലും ഞങ്ങൾ അല്പന്മാർ കാലമഴയേറ്റ് ഒരേ കാക്കി മങ്ങലായി ഞങ്ങൾക്കുള്ള ജീവിതക്കുപ്പായങ്ങൾ എന്ന് NV കൃഷ്ണവാര്യർ പറഞ്ഞത് മിക്കപ്പോഴൊക്കെ ഓർക്കേണ്ടി വരാറുണ്ട്. അവനവനെ തന്നെ ഉള്ളിൽ കൈയിട്ട് നുള്ളുകയും പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെത് എന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ അവിടം തൊട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഓർത്ത് വച്ചിരുന്ന ഒരു കേരളീയത, സമ്പൂർണമായും കേരളീയത
സമ്പൂർണമായും മലയാളിത്തം ഉള്ള വരികൾ എവിടെയാണ് എന്നിങ്ങനെ അപ്പനിക്ക് കിട്ടി. പാറക്കെട്ടിനടിത്തട്ടിൽ പൊട്ടും നീർച്ചോല പോലെയും പ്രാരബ്ധത്തിൻ ചേറ്റിൽ നിന്ന് വിരിയും കല പോലെയും കണ്ണീരുതിരുമാ ഭഗ്ന പ്രേമസ്മരണ പോലെയും വിദേശത്തിൽ പെറ്റ നാടിൻ പാവനസ്മൃതി പോലെയും ആമ്പൽപ്പൂവിൽ പാദമൂന്നി നിന്നു കന്നി നിലാവളി കണ്ണീരുതിരുമാ ഭക്ത പ്രേമസ്മരണ പോലെയും ആമ്പൽപ്പൂവിൽ പാദമൂന്നി നിന്നു കന്നി നിലാവളി. മലയാളം ഉണ്ട് അതിനകത്ത്, മലയാളിയുടെ സംസ്കാരം ഉണ്ട് അതിനകത്ത്, കേരളത്തിൻ്റെ പ്രകൃതി ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അതാണ് മലയാളത്തിൻ്റെ ജീനിയസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ ചില വരികളാണ് ഞാൻ നേരത്തെ കുറിച്ച് വച്ചിരുന്നത്. അത് തൃക്കാക്കരയ്ക്ക് പോകുന്ന പാത ഏതാണെന്നറിയാതെ പാവം ഇങ്ങനെ കടന്ന് അലയാണ്. താറാവിൻ്റെ ജുബ്ബയും ഇട്ടിട്ട് ആ മനുഷ്യനെ പി കുഞ്ഞിരാമൻ നായരെ ഇങ്ങനെ നടന്നതാണല്ലോ, അദ്ദേഹത്തിൻ്റെ വരികളാണല്ലോ. അപ്പം അദ്ദേഹം ഭ്രഷ്ടനായി ചേറ്റിലടിഞ്ഞ വിത്തിൻ നഷ്ടസ്വരാജ്യ സ്മൃതി പുതുക്കി സ്വപ്രഭാവത്തിൻ കരുത്തു കാട്ടും സുപ്രഭാതാർക്ക കിരണങ്ങളെ ഐക്യപ്രഭാവ പൊലിമ പോറ്റും തൃക്കാക്കരയ്ക്കു പോം പാതയേതോ. ഐക്യപ്രഭാവ പൊലിമ പോറ്റും തൃക്കാക്കരയ്ക്കു പോം പാതയേതോ. ആ തൃക്കാക്കര അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ്. മലയാളം എന്ന സ്വപ്നമാണ്, കേരളം എന്ന സ്വപ്നമാണ്, ഇന്ത്യൻ ദേശീയത എന്ന സ്വപ്നവും ആണ്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ഓർത്തത്. അപ്പോൾ നമ്മുടെ ഈ തട്ടകത്തിലാണല്ലോ ഇദ്ദേഹത്തിൻ്റെ കവിതയുടെ വഴിപാട് കൂടുതലായിട്ട് നടന്നിട്ടുള്ളത്. അത് മുഴുവനും കേരളീയതയെ സംബന്ധിച്ച് ഉള്ള ഗൽഗതങ്ങളും നെടുവീർപ്പുകളും ഒക്കെ ആണല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ അങ്ങനെ ഒരു തൃക്കാക്കര സ്വരൂപമായി മലയാളവും കേരള സംസ്കാരവും ഒക്കെ എന്നും പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഒരു കഴിഞ്ഞ കൊല്ലം പറഞ്ഞതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഐക്യ കേരളം ഉണ്ടായി. ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ എന്നൊരവസ്ഥയായിരുന്നു മലബാറായിട്ടും കൊച്ചിയായിട്ടും തിരുവിതാംകൂറായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലം. പിന്നെയാണ് 56 വന്നത്, നവംബർ 1 വന്നത്, കേരളപ്പിറവി ആഘോഷിച്ചത്. ഇങ്ങനെയുള്ള ആ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ തിരുവനന്തപുരത്തെ കൻ്റോൺമെൻറ്റിൽ നടന്ന ആ ചടങ്ങിൽ നമ്മുടെ മഹാകവി വള്ളത്തോൾ പങ്കെടുത്തു. അതിനെപ്പറ്റി വൈലോപ്പിള്ളി മാഷ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ പേരാണ് കവിസിംഹം. തിരുവനന്തപുരത്ത് കൻ്റോൺമെൻറ്റ് മൈതാനിയിൽ ഐക്യ കേരള നവോദയം കൊണ്ടാടുന്നതിന് വേണ്ടി അങ്ങനെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയിലൊരു സിംഹാസനം ഉണ്ട്. അത് ഏത് സിംഹത്തിനിരിക്കാനാണെന്നൊന്നും വൈലോപ്പിള്ളി വള്ളത്തോള് നോക്കിയിട്ടില്ല. മകൻ്റെ സഹായത്തോടെ അച്യുതക്കുറുപ്പാണോ ഗോവിന്ദക്കുറുപ്പാണോ ഏതോ ആരാന്നറിഞ്ഞൂടാ, ഏതോ മകൻ്റെ കൈയും പിടിച്ചിട്ട് മഹാകവി വേദിയിലേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ടോ ആ സ്റ്റേജിലിട്ടിരിക്കണ സിംഹാസനത്തിൽ കയറി ഇരിപ്പായി. മംഗളപദ്യം ചൊല്ലാനാണ് വള്ളത്തോളിനെ അന്നത്തെ കേരള ഗവൺമെൻറ് വിളിച്ചിട്ടുള്ളത്. സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അത് കേരള ഗവർണർക്കുള്ള ഇരിപ്പിടായിരുന്നു.
എൻ്റെ ഒരു കുട്ടിക്കാല ഓർമ്മയാണ് വെച്ചാൽ അത് ബി രാമകൃഷ്ണറാവു ആണ്. എനിക്ക് ഓർമ്മയില്ല, ആർക്കാ ഓർമ്മയുള്ളതെന്ന് അറിയില്ല. ബി രാമകൃഷ്ണറാവു. ഞാനന്ന് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അതാണ് ചടങ്ങ്. താളം, മേളം, ബഹളം ഒന്നും കേൾക്കാൻ വള്ളത്തോളിന് കഴിയില്ല, ബധിരകവിയല്ലേ. ഇതൊക്കെ കണ്ട് ആകെ എല്ലാവരും അമ്പരന്നങ്ങനെ ഇരിക്കുക. ശിഷ്യനും മകനും എന്ന കവിതയിൽ ഉള്ള കുറച്ച് വരികളെ ഓർത്തുകൊണ്ട് വൈലോപ്പിള്ളി ആ സന്ദർഭത്തിന് ഒരു പാരഡി എഴുതിയിട്ടുണ്ട്. പുഞ്ചിരി തൂകി ജനം നന്ദി കൺചിമ്മി രുരു വൻ ചുടുവീർപ്പിട്ടു കൈതിരുമ്മി കുണ്ഠോദരൻ. ഇതാണ് ശിഷ്യനും മകനും എന്ന കവിതയിലെ തത്തുല്യമായ വരികൾക്കുള്ള വൈലോപ്പിള്ളിയുടെ പാരഡി. ആർ തന്നെ അപസ്വരം ചൊന്നാലും എന്താം വാണിമാതിൻ്റെ സല്ലാപമേ പതിയൂ തൽക്കർണത്തിൽ. അപ്പോഴേയും ഗവർണർ വരാറായി. പൊടുന്നനെ മറ്റൊരു സിംഹാസനം ആളുകൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് സ്റ്റേജ് മുമ്പിൽ വെച്ചു. ഗവർണറും വന്നു. മഹാകവി തലയാട്ടി കൈകൂപ്പി മൈക്കിൻ്റെ അടുത്തേക്ക് എത്തി നവകേരള നാന്തി ആലപിച്ചു. കൊതിച്ചു പൂവിട്ടുള്ളൊരൈക്യ കേരളത്തിൻ്റെ പൂന്തേൻ. അതുതന്നെ ആയിരുന്നു ആ കവിത. അച്ഛനമ്മമാർ കുട്ടികളെ വിളിച്ചിട്ട് ഇങ്ങനെ അതാണ് കവിമാമ, അതാണ് കവിമാമ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഗവർണറുടെ ഇംഗ്ലീഷ് പ്രസംഗം, കേരളപ്പിറവി അന്ന് ഗവർണറുടെ പ്രസംഗം ഇംഗ്ലീഷിൽ, അത് കേട്ട് ജനങ്ങളാകെ മടുത്തു. അപ്പോൾ വൈലോപ്പിള്ളി അതിനെപ്പറ്റി പറയാണ്. മൂന്നായി നിണം വാർന്ന കേരളത്തിനെ പണ്ടേ ഊന്നായി ബന്ധിച്ചതു ഭാഷയും സംസ്കാരവും അവതൻ പ്രതീകമാം നമ്മുടെ മഹാകവി അരുളേണ്ടതു താൻ ഈ അഗ്രപീഠത്തിൽ സ്വയം. ഗവർണർ വരും പോകും വാഴുമേ ജനഹൃത്തിൽ സുവർണ സിംഹാസനത്തിങ്കൽ ഇക്കവിസിംഹം എന്നാണ് വൈലോപ്പിള്ളി മഹാകവി വള്ളത്തോളിനെ വാഴ്ത്തിയിട്ടുള്ളത്, മലയാളിയെ വാഴ്ത്തിയിട്ടുള്ളത്. ദേശീയത വേണം, ഉപദേശീയതയും വേണം എന്ന് ആദ്യമായി ഒരു സ്വരം പുറപ്പെടുവിച്ചത് വള്ളത്തോളാണ്. വള്ളത്തോൾ ചോര തിളക്കണം എന്നൊരു കവിത എഴുതി, അതിനകത്താണത് പറഞ്ഞിട്ട്. ദേശീയതയുടെയും സംസ്ഥാനീയതയുടെയും ഒരു സമന്വയ വക്താവാണ് വള്ളത്തോൾ. ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമുക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി. ഈ ശ്രേഷ്ഠ ഭാഷാ പദവി കൊണ്ട് നമ്മൾ എന്തേ നേടിയത്? കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടുന്നായിരുന്നു ഭരണകൂടത്തിൻ്റെ കിനാവ്. ഒന്നും കിട്ടിയില്ല. തമിഴിൻ്റെ മകളാണ് അല്ലെങ്കിൽ സഹോദരിയാണ് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ തമിഴകത്തിൻ്റെ സംസ്കാരം പിൻപറ്റിക്കൊണ്ട് ചിലപ്പതികാരത്തിൻ്റെയും മറ്റ് സംഘകാല കൃതികളുടെയും ഒക്കെ ആ സംഭാവനകൾ പിൻപറ്റിക്കൊണ്ട് ആണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രേഷ്ഠ ഭാഷാ പദവി കൊണ്ട് നമുക്ക് കൂടുതൽ മലയാളികളാകാൻ കഴിഞ്ഞോ? കൂടുതൽ ശ്രേഷ്ഠ മലയാളികളാകാൻ കഴിഞ്ഞോ? വെറും ആചരണങ്ങളാണ്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഒരു കേരള ഗാനത്തിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരു പുതിയ കേരള ഗാനം എഴുതപ്പെടേണ്ടതായിട്ടുണ്ടോ?
ഈ ചോദ്യത്തിന് മുമ്പായിട്ട് തായ് തമിഴിലെ നാന്ദിഗീതം തമിഴ് വാഴ്ത്ത് കേൾക്കാനുണ്ട്. യൂട്യൂബിൽ അതുണ്ട്. എങ്കിൽ ഞാനത് ഇവിടെ ചൊല്ലിയ പെട്ടെന്ന് തീർക്കാം. നീരാറും കടലുടുത്ത നിലമടന്തൈക്കെഴിലൊഴുകും സീരാറും വദനമന തികഴ്പരത കണ്ടമിതിൽ തെക്കണമും അതിൽ ചിറந்த തിരാവിട നൽ തിരുനാടും തക്ക സിറു പിറൈനുതലും തരിത്തനറും തിലകമുമേ அத்திலக வாசனை போல் அனைத்துலகும் இன்பமுறா எத்திசையும் புகழ் மணக்க இருந்த பெரும் தமிழனங்கே தமிழனங்கே பல்லுயிரும் பலவுலகும் படைத்தழித்து துடைக்கினுமோர் எல்லையறு பரம்பொருள் முன் இருந்தபடி இருப்பது போல். കന്നഡമും കളിതെലുങ്കും കവിൻമലയാളമും തുളുവും ഉന്നുതരത്തേയുദിത്തേ ഒன்று പല വാകിടിനും ആരിയമ്പോൾ ഉലക വഴക്കഴിന്തൊഴിന്തു ചിതയാവുൻ സീരിളമൈത്തിറം വിയന്തു സയൽ മറന്തു വാഴ്ത്തുതുതേ വാഴ്ത്തുതുമേ വാഴ്ത്തുതുമേ. എം.എസ്. വിശ്വനാഥൻ സംഗീതം നൽകി. ഗായികയുടെ പേരെനിക്ക് ഓർമ്മയില്ല. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇത് കോയമ്പത്തൂർ സമ്മേളനങ്ങൾക്കോ സെമിനാറുകൾക്കോ പോയാൽ ആദ്യം ഇതിങ്ങനെ കേൾക്കും. ഇത് കേൾക്കുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്ത ഒരു ഉൾപ്പുളകം ഉണ്ടാകും. ആ രീതിയിലാണ് എം.എസ്. വിശ്വനാഥൻ അതിൻ്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. വളരെ വികാരവത്തായിട്ടാണ് അത് ആലപിച്ചിട്ടുള്ളത്. ഇത് ആണ് തമിഴ് മനോന്മണീയം, തമിഴ് കാവ്യം, തമിഴ് സംഗീത നാടകം എന്നൊക്കെ പറയാവുന്ന മനോന്മണീയത്തിൽ ഉള്ളതാണ്. അതിൻ്റെ അവതരണഗാനാണ്. എന്ത് KPSC ഒക്കെ എത്ര നാടകം കളിച്ചു, ഒരു പിൽക്കാലത്ത് ഒരു കേരള ഗാനമായി തീരാവുന്ന ഒരു അവതരണ ഗാനം പോലും അവർക്ക് പറ്റിയില്ല. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ അതൊരവതരണ ഗാനാണ്. പക്ഷെ അത് പറ്റുമോ? ഇല്ല. ഇത് ആ ദേശത്തിൻ്റെ വീര്യം, അഭിമാനം, അതങ്ങനെ അതിനകത്ത് തിളയ്ക്കുന്നത്. വള്ളത്തോൾ ചോര തിളക്കണം എന്നെഴുതി. പക്ഷേ ഇവരുടെ വാങ്മയത്തിൽ അങ്ങനെ ആ തമിഴക രക്തം, അഭിമാനം, ദേശസ്നേഹം തിളക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അന്ന് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനൊരു സന്ദർഭത്തിൽ വന്നപ്പോൾ ഞാനിതിനെ ഒന്ന് പിടിച്ചെടുത്തു, അതിനെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തു. തമിഴ് ഉപദേശീയതയല്ല, തമിഴ് ഉപദേശീയതയുടെ ഗീതമാണിത്. തമിഴകത്തെ സ്കൂൾ അസംബ്ലിയിൽ, അവിടുത്തെ സകല ഔദ്യോഗിക പരിപാടികളിലും നാന്ദിയായിട്ട് ആലപിക്കേണ്ട സംസ്ഥാന ഗീതമാണിത്. ഞാൻ സംസ്ഥാന ഗീതം എന്നാണ് പറയുന്നത്. ആലപ്പുഴയിൽ ജനിച്ച് ഇപ്പോഴും അവിടെ ഉണ്ട്. ആലപ്പുഴയിൽ ജനിച്ച് വളർന്ന പി. സുന്ദരം പിള്ളയാണ് മനോന്മണീയം നാടകം എഴുതിയത്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ട്യൂട്ടറായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി കോളേജ്, അന്ന് മഹാരാജാസ് കോളേജാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ട്യൂട്ടറായിരുന്ന അദ്ദേഹം 21 വർഷക്കാലം ആ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ ഫിലോസഫി പ്രൊഫസറായിരുന്നു. പിന്നെ തമിഴ് ജ്ഞാനിയും മലയാളജ്ഞാനിയും ഒക്കെയായ അദ്ദേഹം ഈ തിരുനെൽവേലിയിൽ ഒരു കോളേജിൽ 3 വർഷത്തെ അധ്യാപകനായിരുന്നു. പിൽക്കാലത്ത് ആ കോളേജ് ഒരു യൂണിവേഴ്സിറ്റി ആക്കിയപ്പോൾ ആ സ്ഥാപനത്തിന് കൊടുത്ത പേര് മനോന്മണീയം സുന്ദരനാർ യൂണിവേഴ്സിറ്റി എന്നാണ്. അതാണ് തമിഴ് അഭിമാനം. മലയാളിക്ക് അങ്ങനത്തെ അഭിമാനം ഇല്ല എന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയണതല്ല, നമ്മളുള്ള കാര്യം പറയണമല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറയണത് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. കരുണാനിധിയുടെ കാലത്താണ് മനോന്മണീയത്തിലെ അവതരണ ഗീതമായ തമിഴ് വാഴ്ത്ത് യാതൊരു മാറ്റവും വരുത്താതെ വിനിയോഗിച്ചിരുന്നത്. അടുത്ത കാലത്ത്
ഔദ്യോഗിക തമിഴക ദേശീയ ഗാനമായിട്ട് ഇത് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോഴോ അതിൽ നിന്ന് ദ്രാവിഡ സമന്വയം എടുത്തു കളഞ്ഞു, ദ്രാവിഡ സാഹോദര്യം എടുത്തു കളഞ്ഞു. ഇതിൽ പല്ലുയിരും എന്നത് മുതൽ ചിതയ എന്നുവരെ ഉള്ള വരികളിൽ ആണ് കന്നഡമും അങ്ങനെയുള്ള വരികളില്ലേ, ആ വരികളൊക്കെ ഇപ്പം ഇല്ല, പതിനകത്തില്ല. ഇപ്പം ദ്രാവിഡ നൽ തിരുനാടും എന്നുണ്ട്, പക്ഷെ അത് തമിഴകത്തിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അവരുടെ കണക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സാഹോദര്യം ഉണ്ട് എങ്കിൽ തെൻ പാണ്ടി കുട്ടംകുടം കർക്ക വെൺപുഴിയൻ വന്റിയരുവ വതൻ വടക്ക് നൻറായ് ചെയ്തം മലനാട് പുനനാട് ചെന്തമിഴ് ചേരാതമിൽ നാട്ടൻ എന്ന് പറയണ അങ്ങനെയുള്ള അനേകം ദേശങ്ങളിലത്തെ കൊടും തമിഴുകളിൽ നിന്നാണ് മലയാളം പരിണമിച്ചുണ്ടായത് എന്നാണ് എങ്കിൽ ഇത് ശരിയാണോ? മലയാളത്തിൻ്റെ പേര്, തെലുഗുവിൻ്റെ പേര്, കന്നഡയുടെ പേര് ആ തമിഴ് വാഴ്ത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളതാണോ? മാറ്റാൻ പാടുള്ളതായിരുന്നില്ല. അപ്പോൾ എന്തോ ആവട്ടെ, ഔദ്യോഗിക പാഠത്തിൽ അതൊക്കെ ഒഴിവാക്കിയുള്ളതാണ്. അങ്ങനെയാണ് പുതിയ ആലാപനം. അത് അവരുടെ ഇഷ്ടം, നമ്മൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ തമിഴ് തനിമ എന്നുള്ളത് അങ്ങനെയായിരിക്കും അവർ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ മലയാളത്തിലൊരു കാര്യം കൂടി ഞാൻ പറയാം. കണ്ണദാസൻ, വൈരമുത്തു, ഇങ്ങനെ വലിയൊരു നിരയായിട്ടുള്ള തമിഴ് പാട്ടെഴുത്തുകാർ ഉണ്ട്. തമിഴ് പാട്ട് കവികളുമുണ്ട്, തമിഴ് പാട്ട് കവികളും ഉണ്ട്. അവരിലാരെ കൊണ്ടെങ്കിലുമൊക്കെ തമിഴ് വാഴ്ത്ത് എഴുതിക്കാമായിരുന്നു. അങ്ങനെ എഴുതിക്കണം എന്നുള്ള നിർബന്ധവും ചിലപ്പോൾ ഉണ്ടായോ എന്നറിയില്ല. കാരണം മലയാളിയായിട്ടുള്ള ഒരു തമിഴ് കവിയുടെ തമിഴ് കവിതയല്ലേ എന്നുള്ള ഒരു വിഭാഗീയത ഉണ്ടായോ ഇല്ല എനിക്കറിയില്ല. ഏതായാലും അവർ ആ വിഭാഗീയതയ്ക്ക് തുനിഞ്ഞില്ല. വൈരമുത്തുവിനെ കൊണ്ട് എഴുതിക്കാൻ, കണ്ണദാസനെ കൊണ്ട് എഴുതിക്കാനൊന്നും അവർ ഒരുമ്പെട്ടില്ല. അവർ ഊന്നിയത് എന്താണ്? സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ കരുത്തിന് ആണ് ഊന്നൽ നൽകിയത്. സംഘകാലം തൊട്ട് പുലർത്തിപ്പോന്ന ക്ലാസിക്കൽ കരുത്തിനാണ്, ഉള്ളുരയ്ക്കാണ് അവർ ഊന്നൽ കൊടുത്തത്. അതാണ് മഹത്വം. ഒരു പക്ഷേ വൈരമുത്തുവിനെ കൊണ്ട് ഇതിനെ വെല്ലുന്ന ഒരു പുതുകാല തമിഴ് വാഴ്ത്ത് എഴുതിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ തനിമ നിറഞ്ഞ പഴമയിലാണ് തമിഴ് മക്കൾ ഊന്നിയത് എന്ന് ഞാൻ കാണുന്നു. മലയാളികളുടെ മാതൃഭൂമിയിലെ EMS പുസ്തകത്തിൻ്റെ പേരാണ്. മലയാളികളുടെ മാതൃഭൂമിയിലെ അവസ്ഥ എന്താണ്? തമിഴകം കൈക്കൊണ്ടിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ മട്ടും മാതിരിയും ഏറെക്കുറെ നമുക്കും കൈക്കൊള്ളാവുന്നതാണ്. പുതിയൊരു കേരള ഗാനം ഉണ്ടാക്കാനും അതിനെ ഔദ്യോഗിക സംസ്ഥാന ഗീതമാക്കാനും ആണല്ലോ ഇവിടുത്തെ നീക്കം. കേരളത്തിൻ്റെ സകല നവോത്ഥാനങ്ങളെയും മതജാതി പാർട്ടികളാൽ വിളക്കി എടുക്കാനാണ് എങ്കിൽ പല കേരള ഗാനങ്ങൾ വേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തിരഞ്ഞു നോക്കണം. മനോന്മണീയ മലയാളിയുടെ തമിഴ് വാഴ്ത്ത് പോലെ വല്ലതും വള്ളത്തോളോ പാലായോ വെണ്ണിക്കുളമോ എൻ ഗോപാലപിള്ളയോ ബോധേശ്വരനോ CV കുഞ്ഞിരാമനോ ഇടശ്ശേരിയോ വൈലോപ്പിള്ളിയോ NVയോ G ശങ്കരക്കുറുപ്പോ AV ശ്രീകണ്ഠ പൊതുവാളോ കടത്തനാട്ട് മാധവിയമ്മയോ പിന്നെ ആരൊക്കെയാണ് ട്യൂബൈതോ അങ്ങനെ ആരെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയിട്ടാണോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇറങ്ങുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പ്രതിഷ്ഠിതരായ കവികളുടെ കാവ്യ പടലങ്ങൾ നോക്കി അറിയണം. കിട്ടാതിരിക്കുമോ? ചുളുവിൽ കാര്യവും കാവ്യവും തരപ്പെടുത്തുവാൻ ഇപ്പോൾ ആളുകൾ തിക്കിത്തിരക്കുന്നുണ്ട് കേരളത്തിൽ. ഇന്ത്യൻ ദേശീയതയുടെയും ഐക്യ കേരളത്തിൻ്റെയും ആദ്യത്തെ മഹാകവി, ആദ്യത്തെ മലയാള മഹാകവി വള്ളത്തോൾ തന്നെയാണ്. കേരള പ്രകൃതിയും മലയാള സംസ്കാരവും ഭാരതീയതയും നിറഞ്ഞ വള്ളത്തോൾ കാവ്യങ്ങളിൽ നിന്നോ
കേരളം വളരുന്നു എന്ന ബൃഹത്തും വിശിഷ്ടവുമായ പരമ്പരയിലൂടെ കാവ്യജീവിതം സാർത്ഥകമാക്കിയ മഹാകവി പാലായുടെ വർണ്ണനങ്ങളിൽ നിന്നോ ഉദ്ദിഷ്ടമായ കേരളഗാനം സ്വരൂപിക്കുന്നത് ഉചിതമായിരിക്കും. അപ്പോഴാണ്, കാരണം അവരൊക്കെ ഇന്ത്യൻ ദേശീയതയുടെ, അതേപോലെ ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലൊക്കെ ഉണ്ടായിരുന്ന ആ ഐക്യ കേരള ബോധത്തിൻ്റെ വക്താക്കളാണ് അവരൊക്കെ, ആ കവികളൊക്കെ. അപ്പോൾ അവരെ വെട്ടുകൊണ്ട് പുതിയൊരാളെ കൊണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കേരള ഗാനമോ? എന്തിന്? ഇവിടെ ഒരു മാതൃക ഞാൻ തരുന്നുണ്ട്. അതിലാദ്യത്തെ 4 വരി വള്ളത്തോളിൻ്റെ. ഭാരതമെന്ന പേർ കേട്ടാലഭിമാന പൂരിതമാകണമന്തരംഗം, കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ. വള്ളത്തോൾ. പാല. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്നന്യമാം രാജ്യങ്ങളിൽ, അറബിക്കടലിനും തൻ തിരക്കൈ കൊണ്ട് അതിന് അതിരിട്ടൊതുക്കുവാനായതില്ലിന്നോളവും, അറിവും സംസ്കാരവും മേൽക്കുമേലൊഴുക്കുന്നോരുറവിൻ നികേതമാണ് ഇസ്ഥലം പുരാതനം. ഇവിടെ പിറക്കുന്ന കാട്ടുപുല്ലിലുമുണ്ട് ഭുവനം മയക്കുന്ന ചന്തവും സുഗന്ധവും. ഇവിടെ കിടക്കുന്ന കാട്ടുകല്ലിലുമുണ്ട് വിവിധ സനാതന ചൈതന്യ പ്രതീകങ്ങൾ. ഇങ്ങനെ ഒരു ഔചിത്യം അതായത് ഒരു കേരള ഗാനത്തിൽ 1-2 കവികളുടെ വരികൾ ചേർത്താൽ തന്നെ ആ 2 കവികളെയും മാനിക്കുന്നതുമായിരിക്കും. അതിന് ഉചിതമായ ഒരു സന്നിവേശം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ കേരള ദേശീയതയുടെ ആ പഴക്കമുറ്റ വക്താക്കളെ ആയിട്ടുള്ള കവികളെ മറികടന്നുകൊണ്ട് ഉള്ള ഒരു കേരള ഗാനം ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. അല്ല, അപ്പോൾ ഞങ്ങളത് വേണ്ട പോലെ ചെയ്തോളാം എന്ന് പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ തവണ സാർ പറയാതെ വിട്ടുപോയത്. അപ്പോൾ അത് ഇന്ന് എനിക്ക് തീർക്കാൻ പറ്റി. അപ്പോൾ കഴിഞ്ഞു. ഞാൻ വേറെ ചിലതൊക്കെ പറയാൻ കൂടെ അവിടൊന്നും കാര്യമില്ല. എന്തായാലും ഒരു സംഗതി പ്രശ്നമുണ്ട്. നമുക്കിപ്പോഴും ഒരു ആഢ്യത്വം കൂടുതലാണ്. എല്ലാ കാര്യത്തിലും ഒരു ആഢ്യത്വം വെച്ച് പുലർത്തുന്നുണ്ട്. പാവപ്പെട്ട മനുഷ്യർ പോലും ആഢ്യത്വം വെച്ച് പുലർത്തുന്നുണ്ട്. അതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥ. ഭാഷയുടെ കാര്യത്തിലും അതുണ്ട്. കറുത്ത ഞെട്ടിച്ചുകൾ എന്നൊരു കവിതയുണ്ട് എടശ്ശേരിയുടെ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് ഒക്കെ വേലിയാണല്ലോ, മതിലൊന്നും വന്നില്ല. എവിടെ? എൻ്റെ നാട്ടിൽ ഭാരതപ്പുഴയുടെ കരയിൽ. അപ്പോൾ ഇങ്ങനെ വേലിയുടെ അപ്പുറത്ത് കൂടെ ഇടവഴിക്കൂടെ ചാന്തും പൊട്ടും സിന്ദൂരും ഒക്കെ ആയിട്ട് കണ്ണാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തലയിലേറ്റിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പോകുന്നുണ്ടാവും. ചിലപ്പോൾ തോളത്തുള്ള തോളിൽ ഉള്ള മാറാപ്പിൽ അങ്ങനെ. എവിടുന്നാണ് വരണത്? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരാണ്.
കേരളത്തിനെ മോടി പിടിപ്പിക്കുവാൻ, കേരളത്തിന് സൗന്ദര്യം കൂട്ടുവാൻ, കേരളത്തിന് കൂടുതൽ ഒരു തനിമ നൽകുന്നതിന് വേണ്ടി ഇങ്ങനെ കറുത്ത ചെട്ടിച്ചുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് അദ്ദേഹം എടശ്ശേരി പറയുന്നത്. പേരാറ്റു നീരായ ചെമ്പിച്ച പൈക്കളെ ധാരാളമാട്ടിത്തെളിച്ചുകൊണ്ടങ്ങനെ എത്തി കിഴക്കൻ മല കടന്നിന്നലെ ഇത്തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികൾ. അപ്പോൾ ഇവിടെയുള്ള ആഢ്യന്മാർക്കൊക്കെ പുച്ഛാണ്. അവർ നാളെ അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കുന്നു, നമ്മുടെ ഇവിടെയും കൂടെയൊക്കെ വരുന്നു, അന്ന് പുച്ഛാണ്. എങ്ങനെയാ ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്ന എടശ്ശേരി? അത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല, പറയണം. കിഴക്കൻ മഴയാണ് നമുക്ക് കിട്ടണതേ, കിഴക്കൻ മഴയാണ് കിട്ടണത്. തമിഴ്നാട്ടിൽ പെയ്യേണ്ട മഴയൊക്കെ ഇവിടെ വന്നിട്ടാണ് പെയ്യേണ്ടത്. അപ്പോൾ കവി പറയാ, എത്തി കിഴക്കൻ മല കടന്നിന്നലെ ഈ തീരഭൂവിൽ കറുത്ത ചെട്ടിച്ചികളെ പോലുള്ള മേഘങ്ങൾ. പൈക്കളെ ആട്ടിത്തെളിച്ചുകൊണ്ട് വരുന്നതായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. പേരാറ്റ് നീര്, ഭാരതപ്പുഴയിലെ ആ ജലമാകുന്ന ചെമ്പിച്ച പൈക്കളെ ആട്ടിത്തെളിച്ചുകൊണ്ട് ഈ തീരഭൂമിയിലേക്ക് ഈ ഇടയ സ്ത്രീകൾ വരുന്നു എന്നാണ്. അപ്പം അവിടെ നമ്മുടെ ഭൂപ്രകൃതിയെയും കാലാവസ്ഥയെയും നമ്മുടെ ഇവിടുത്തെ ജന്തു പ്രകൃതിയെയും മനുഷ്യപ്രകൃതിയെയും എല്ലാം ചേർത്തുകൊണ്ടാണ് ഇടശ്ശേരി പറയുന്നത്. അപ്പോൾ ഒരു കവിതയിൽ ഒരു ഭാഗത്ത് പറയാണ്, വാളയാറപ്പുറം എത്തുന്നതിന് മുമ്പ് കൂലി കൊടുത്തു നാം സംസ്കാരമറ്റവർ. ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെച്ചിട്ടും ഇങ്ങനത്തെ എതിർപ്പുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരോട് ഇവിടുത്തെ ആൾക്കാർക്കും അങ്ങനത്തെ ചില നിന്ദിക്കലുണ്ടല്ലോ. എന്നിട്ട് എടശ്ശേരി പറയാണ്, ഇത്തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൂഴിയിൽ. തറവാടിത്ത ഘോഷണം, എൻ്റെ ഉപ്പുപ്പൊക്കെ ആനയുണ്ടായിരുന്നു, അതാണ് തറവാടിത്ത ഘോഷണം. അതാണ് പൈതൃകം എന്ന് പറയുന്നത്. പൈതൃകം എന്നുള്ളത് പിതൃസ്വത്തിൽ മാനിക്കുന്നവനാണ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്വത്ത് കഴിഞ്ഞു പൈതൃകം. നമ്മൾ തെറ്റായിട്ടാണ് പൈതൃകം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പാരമ്പര്യം, ദ ട്രഡീഷൻ എന്നുള്ളതിന് അങ്ങനെ പൈതൃകത്തിന് വിപരീതമായ നിൽപ്പാണ് ഉള്ളത്. പൈതൃകത്തിന് വിപരീതമാണ്. കാരണം പൈതൃകത്തിൽ സ്വാർത്ഥതയുണ്ട്, ഒരു വംശമഹത്വമുണ്ട്. ആ വംശമഹത്വം എന്നല്ല പറയണ്ട, ഒരു ഗോത്രമഹത്വം, ഒരു കുലമഹത്വം ഉണ്ട്. പക്ഷെ പാരമ്പര്യത്തിൽ അങ്ങനെയല്ല. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ പൈതൃകത്തെ പറ്റി പറയുന്ന കൂട്ടത്തിൽ പാരമ്പര്യം എന്താണെന്ന് പറയുന്നുണ്ട്. എൻ കക്കാട് തൻ്റെ ആ ആധുനികതയും പാരമ്പര്യവും എന്നുള്ള പുസ്തകത്തിൽ അത് തർജ്ജമ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത്യുന്നതമായ ഒരു പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ നിന്ന് പതിച്ച് അതിലെ പല ശിഖരങ്ങളിലും തങ്ങി പിന്നെ വീണ്ടും സമതലങ്ങളിലേക്ക് കുതിച്ചിറങ്ങി സമതലങ്ങളിൽ തന്നെ വയലുകളിലേക്ക് ഇങ്ങനെ കുതിച്ചു പോകുന്ന കലപ്പപ്രവാഹങ്ങൾ, ആയിരം കലപ്പകൾ നെഞ്ചിലേറ്റിയാണ് ഈ പ്രവാഹങ്ങൾ വരുന്നത്. അപ്പോൾ ഈ കലപ്പകളിൽ
കലപ്പകളിൽ അല്ലെങ്കിൽ കലപ്പകളാകുന്ന പ്രവാഹങ്ങളിൽ അല്ലെങ്കിൽ പ്രവാഹങ്ങളാകുന്ന കലപ്പകളിൽ പശ്ചിമരാശി മണ്ണ് എടുത്തിട്ടുണ്ടാവും. ഈ പശ്ചിമരാശി മണ്ണ് മുഴുവനും അതത് നദീതടങ്ങളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നദീതടങ്ങളിലെ മണ്ണിന് പശിമ കൂടുന്നത്. എക്കൽ മണ്ണാണ്. അതെന്താണോ അതാണ് പാരമ്പര്യം. അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ പാരമ്പര്യം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത്. കേരളീയ പാരമ്പര്യം കേരളീയർക്കെല്ലാം അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്നത്. അതിന് ഒരു പൊതുവായ ദാർശനികമായ ആശയപരമായ ജീവിതത്തിനെ കർമ്മോന്മുഖമാക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മലയാളത്തിൻ്റെ പാരമ്പര്യം, കേരളീയൻ്റെ പാരമ്പര്യം പുനഃസൃഷ്ടിക്കുവാനായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ഉള്ളിൽ ചില ആലോചനകൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. ദിവസവും ഭാഷകൾക്ക് പരിക്ക് പറ്റുകയും മരണാസന്നമാവുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് യുനെസ്കോവിൻ്റെ റിപ്പോർട്ട്. അതിൽ മലയാളവും പെട്ടുപോകാൻ അധികകാലമില്ല എന്നൊക്കെയാണ് ചില സൂചനകളോ ദുസ്സൂചനകളോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 7000-ഓളം ഭാഷകൾ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ചത്തുപോകും എന്നാണ്. സംസാരിക്കാൻ ആളില്ല, ചിലതിന് ലിപിയില്ല, എഴുതി വയ്ക്കാനൊന്നുമില്ല, തലമുറകളിലേക്ക് പകരാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല, തലമുറ തന്നെ ഇല്ല. മടിക എന്ന ഭാഷ സംസാരിക്കുന്ന ഒരു വർഗത്തിൻ്റെ പേര് പറയുന്നതിൽ ഒരു വിഭാഗം വടക്ക് കണ്ണൂരിൻ്റെ അപ്പുറത്തുണ്ട്. അതിൽ ആ കൂടി 2 പേര് എത്ര ശേഷിക്കുന്നുള്ളൂ ആ സമുദായത്തിൽ. അപ്പം ആ 2 പേരുടെയും കാലം കഴിയുന്നതോടുകൂടി ആ മടിക ഭാഷയും ഇല്ലാതെ ഉണ്ടാകും. അങ്ങനെ ഒരു സംസ്കാര രൂപീകരണത്തിൻ്റെ ശക്തിവിശേഷങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.